പൊളിറ്റിക്കൽ അനലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ ഗോപകുമാറിനെ പോലെയുള്ള പ്രൊഫസർ ഗോപകുമാറിനെ പോലെയുള്ള നിരവധി ആളുകൾ, ഇപ്പോൾ ജയശങ്കറിനെ പോലെയുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെ ആളുകൾ, ഒരുപാട് ആളുകൾ പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി വളരുന്നു, ഉയരുന്നു, മുന്നോട്ട് പോകുന്നു, മോദിയുടെ ഒരു തരംഗം കേരളത്തിലുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ബി ജെ പിക്ക് ക്രമാനുഗതമായ വളർച്ച ഉണ്ടാകുന്നില്ല? അതൊരു കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താൽ തീരുന്ന വിഷയമാണോ? അല്ല, എൻ്റെ വാദം അങ്ങനല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്താൽ തീരുമോ? അതും തീരില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കൂടെ കുറച്ച് സ്വാധീനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, എന്നാൽ ഈ പ്രശ്നം തീരുമോ? തീരില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ സ്വാധീനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, തീരില്ല ഈ പ്രശ്നം. ഇന്ന് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബി ജെ പിയിൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയുന്നത്, അടവും നയവും പ്രയോഗിക്കുക എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. രാഷ്ട്രീയമായ അടവും നയവും രൂപീകരിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ രൂപീകരണ സമിതി അല്ലെങ്കിൽ സംവിധാനം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ ബി ജെ പിയിൽ ഇല്ല എന്നുള്ളത് കേരള ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു കുറവാണ്. ഇനി വേറെ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ. RSS എന്ന് പറയുന്ന സംഘടന 100 വർഷമായല്ലോ. ഫട്നാവിസിനെ എടുത്തു നോക്കൂ, നിങ്ങൾ മഹാരാഷ്ട്രയിലെ നമ്മുടെ നിതിൻ ഗഡ്കരി എടുക്കൂ, നരേന്ദ്രമോദിയെ എടുക്കൂ, ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള രാജ്നാഥ് സിംഗിനെ എടുക്കൂ, പ്രമുഖരായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ, പ്രധാനമന്ത്രിമാരെ, മന്ത്രിമാരെ എടുക്കൂ. അതെല്ലാം RSSൻ്റെ കോൺട്രിബ്യൂഷനാണ്. കേരളത്തിൽ RSS കോൺട്രിബ്യൂട്ട് ചെയ്തൊരു നേതാവിനെ പറഞ്ഞേ. ലോക്കൽ തലത്തിൽ ഒരുപാട് പേരുണ്ടാവും. സംസ്ഥാന തലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ RSS കൊണ്ടുവന്നതല്ല. കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറഞ്ഞ് കയറി വന്നതാണ്. സുരേന്ദ്രൻ അങ്ങനെയാണോ? MT രമേശ് അവരൊക്കെ സംഘത്തിൽ പോയിട്ടുണ്ടാവും, സംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ അല്ലാതെ സംഘത്തിൻ്റെ നേതാക്കളെന്ന് പറഞ്ഞ് കേരളത്തിൽ കൃത്യമായി വളർന്നു വന്നിട്ടുണ്ടോ? സംഘടനാപരമായൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ഈസ് എ തിയറി ആൻഡ് പ്രാക്ടീസ്. സിദ്ധാന്തവും പ്രയോഗവും ചേരുന്നതാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് കേരളത്തിൽ അറിയില്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെയോ അപ്രമാദിത്വം കൊണ്ടല്ല ആദ്യത്തെ ബി ജെ പി ഗവൺമെൻറ് വരുന്നത്. ആദ്യത്തെ NDA ഗവൺമെൻറ് വരുന്നത് അപ്രമാദിത്വം കൊണ്ടല്ല. എന്നാൽ തുടർന്ന് ഗവൺമെൻറ്റുകൾ വന്നതിൽ മോദിക്ക് വലിയ പങ്കുണ്ട്. ആദ്യ ഗവൺമെൻറ് വരുന്നതിൽ മോദിക്ക് 0 പങ്ക്. കാരണം എന്താണ്? മോദി അല്ലല്ലോ നയിച്ചത്. മാത്രമല്ല, ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മോദി ഒരു ബാഡ് ഇമേജിൽ അവിടുത്തെ ഗോദ്ര വധവും അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി, ഗുജറാത്ത് കലാപവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വളരെ മോശം ഇമേജിൽ നിന്ന ഒരാളാണ് മോദി. ലോകരാഷ്ട്രങ്ങളുടെയിൽ അമേരിക്കയ്ക്ക് വിസ കൊടുത്തില്ല, അമേരിക്ക വളരെ മോശം ഇമേജിൽ നിന്ന ആളാണ്. അവിടെ നിന്ന് ആദ്യമായൊരു വലിയ ഇമേജ് ഉണ്ടാക്കിയല്ല പ്രധാനമന്ത്രിയാകുന്നത്. ആദ്യം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് മോദിയുടെ ഇമേജ് മോദി ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. മോദി കൊള്ളാം, മോദി വികസിത ഭാരതം പറയുന്നു, അതെല്ലാം ഓക്കെയാണ്. അതിന് കുറച്ച് IPS വരും, IAS വരും, കുറച്ച് സെലിബ്രിറ്റികൾ വരും, കുറച്ച് നേതാക്കൾ വരും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്നവരൊക്കെ വരും, സ്ഥാനം കിട്ടാത്തവർ വരും. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ക്രിട്ടിക്കൽ മാസ് എവിടെ? BJPയുടെ കൂടെ.
ചിലപ്പോൾ വോട്ട് ചെയ്യുമായിരിക്കും, അത് വേറെ കാര്യം, ചില സീറ്റുകൾ പിടിക്കുമായിരിക്കും. പക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളുക എന്നുള്ളതാണെങ്കിൽ അതിനുള്ള തന്ത്രം എവിടെ, അതിനുള്ള സിദ്ധാന്തം എവിടെ, അതിനുള്ള പ്രയോഗം എവിടെ, അതിനുള്ള സ്ട്രാറ്റജി എവിടെ, അതിനുള്ള അടവ് എവിടെ, അതിനുള്ള നയം എവിടെ, അതിനുള്ള തത്വം എവിടെ? ഒരു ക്രിട്ടിക്കൽ മാസിന് നിങ്ങൾ ഏത് വിഷയമാണ് BJP നാളിതുവരെ കേരളത്തിൽ തുടർച്ചയായി അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം പറയൂ, ഒരു സാമൂഹ്യ വിഷയം പറയൂ. പരിസ്ഥിതി സംരക്ഷണം. നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കുമ്മനം രാജശേഖരനെ പോലെയുള്ള ചില വ്യക്തികൾ വ്യക്തിപരമായി സുഗതൻ ടീച്ചറിൻ്റെ കൂടെ നടക്കുകയും കുറേ കാര്യങ്ങൾ ചെയ്യും, ആറന്മുള വിമാനത്താവളത്തിനെതിരെ പ്രവർത്തിക്കുകയും തിരുവനന്തപുരത്ത് ജന്മഭൂമിയുടെ വാർഷികം പ്രമാണിച്ച് കരമനയിൽ നിന്ന് കിള്ളിയാറിലൂടെ യാത്ര ചെയ്യുകയും അങ്ങനെയൊക്കെ കുമ്മനം രാജശേഖരൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് പരിസ്ഥിതി സമിതി ഉണ്ടല്ലോ, എന്താ അവരുടെ ജോലി? നിങ്ങൾക്ക് വികസന സമിതി ഉണ്ടല്ലോ, എന്താ അവരുടെ ജോലി? നിങ്ങൾക്ക് ഓരോ സമിതികളുണ്ടല്ലോ, എന്താ അവരുടെ ജോലി? വികസന സമിതി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വികസന സമിതി ഉണ്ടെന്നല്ല, പരിസ്ഥിതി സമിതി എന്തായാലും ഉണ്ട്. എന്താ അവരുടെ ജോലി? നിങ്ങളൊരു നല്ല സെമിനാർ നടത്തിയോ കേരളത്തിൽ? നല്ലൊരു കോൺക്ലേവ് നടത്തിയോ? കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തെ നിങ്ങൾ തൊട്ടോ? ഞാൻ ഈ അടിസ്ഥാന വർഗം എന്ന് പറയുന്നതിനകത്ത് വിദ്യാർത്ഥികളുണ്ട്, യുവാക്കളുണ്ട്, വനിതകളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, കൈത്തറികളുണ്ട്, കയർ തൊഴിലാളികളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, റബ്ബർ തൊഴിലാളികളുണ്ട്, റബ്ബർ മുതലാളിമാരുണ്ട്. തീരദേശത്ത് പോയി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ വളരെ ഹോട്ടാണ്. വളരെ 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 ഗൗരവതരമായ പ്രതിസന്ധികളിലൂടെയാണ് കേരള സമൂഹം നീങ്ങുന്നത്. സീനിയർ സിറ്റിസൺസിൻ്റെ പ്രശ്നം വളരെ ഗുരുതരമാണ് കേരളത്തിൽ. ജീവിതശൈലി രോഗങ്ങൾ. ഇതിലേത് വിഷയമാണ് വികസിത കേരളം എന്ന് പറയുന്നതിനകത്ത് BJP അഡ്രസ്സ് ചെയ്യുന്നത്? ഇതിനുള്ള സംഘടനാ സംവിധാനം നിങ്ങളിൽ എന്താണ്? ഇത് ഗൗരവമായി നിങ്ങൾ ആലോചിക്കണ്ടേ? ഈ രാഷ്ട്രീയ ആലോചന നിങ്ങൾ നടത്താതെ അവരെ വിശ്വകർമ്മസഭയെ കൊണ്ടുവന്നു, CK ജാനുവിനെ കൊണ്ടുവന്നു, വിഷ്ണുവരൻ ചന്ദ്രശേഖർ വന്നു, ഇങ്ങനെ അവരെല്ലാം വരും. അവരെല്ലാം വരികയും കുറച്ച് ദിവസം നിന്ന് നോക്കും. കൂടെ ഒന്നും കിട്ടിയില്ലേ അവർ പരാതി പറയും, ചിലപ്പോൾ പുറത്തു പോകും, ചിലപ്പോൾ കൂടെ വയ്ക്കും. അത്രേ ഉള്ളൂ. ക്രിട്ടിക്കൽ മാസ് നിങ്ങളെ കൂടെ ഇല്ല. ഈ ക്രിട്ടിക്കൽ മാസ് ഞാൻ പറയുന്നത് ഒരു വിഭാഗം ജനങ്ങൾ, അവരെ ജാതിയും മതവും പറഞ്ഞ് കേരളത്തിൽ ഓടാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഒരു ന്യായവും പറഞ്ഞ് ഓടാൻ പറ്റത്തില്ല. നോർത്ത് ഇന്ത്യൻ ന്യായങ്ങളൊന്നും ഇവിടെ ഓടില്ല. കാരണം ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? 10-25% വരുന്ന മുസ്ലിംസ്, 10-20% വരുന്ന ക്രിസ്ത്യൻസ്, ഹിന്ദുക്കളിലുള്ള തന്നെ 3ആയിട്ടാണ് നിൽക്കുന്നത്. നായന്മാരൊരു വഴിക്ക്, NSS തന്നെ പല കഷ്ണങ്ങളാണ് രാഷ്ട്രീയമായി. NSS ഒരു സംഘടനയാണ്, പക്ഷെ രാഷ്ട്രീയമായി അവർ ചിന്തിക്കുമ്പോൾ ഒരു 3 കഷ്ണമാണ്. SNDP 3 കഷ്ണമാണ്. എല്ലാ സംഘടനകളും, അത് മാത്രമല്ല സംഘടനകൾ പറഞ്ഞാൽ കേൾക്കുന്ന അണികളല്ല. ഇപ്പോൾ തമിഴ്നാട് പോലെയൊന്നുമല്ല. ഒരു ജാതി മതത്തിൻ്റെ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ജാതിയുടെ നേതാവ്, മതത്തിൻ്റെ നേതാവ് പറഞ്ഞാൽ അതുപോലെ അണികൾ കേൾക്കും. ഇവിടെ അങ്ങനെയൊന്നും ആരും കേൾക്കുക, പോടാന്ന് പറയും. നമ്മുടെ ഗോപിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പോടാ പുല്ലേ, ഞങ്ങൾ വോട്ട് വേറെ ചെയ്യും, നീ ആരുടെ എന്നെ വോട്ടിൽ പിടിക്കാനെന്ന് ചോദിക്കും ഇവിടുത്തെ ആളുകൾ. അപ്പോൾ വളരെ കൃത്യമായ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കൃത്യമായ പരിപാടി ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു തമാശ കേട്ടു. എനിക്ക് തമാശയാണ് കേട്ടോ. ഈ ഒരാൾ നിങ്ങളെ സംസ്ഥാന പ്രസിഡൻ്റായാൽ, അത് സുരേന്ദ്രനായപ്പോഴും ഞാൻ കേട്ടതാണ്, പറഞ്ഞു കേൾക്കുന്നതാണ്. പല പാർട്ടിയിലും നമുക്ക് പരിചയക്കാരും ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവർ പറയുന്നതാണ്. സുരേന്ദ്രനായപ്പോഴും ഉണ്ടായിരുന്നു, കുമ്മനമായപ്പോഴും ഉണ്ടായിരുന്നു, രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്, സംഘടനയ്ക്കകത്ത് ആളുകളെ വയ്ക്കുന്നത്, പുതിയ ഭാരകൾ നിറമ്പോൾ അടപടലം നിന്നവരെ അങ്ങ് കളയും. നിന്നവരുടെ എക്സ്പീരിയൻസോ, ആ എക്സ്പീരിയൻസ് ഉള്ളവരും വീണ്ടും എന്ത് വേണം? പരീക്ഷ പാസ്സാവണം, ഇൻ്റർവ്യൂ പാസ്സാവണം, ബയോഡേറ്റ അടച്ച് ഇൻ്റർവ്യൂ പാസ്സാവണം. അപ്പോൾ 30 വർഷമായിട്ട് താഴെ, 25 വർഷമായി, 30 വർഷമായി താഴെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർ മുകളിലൊരു പ്രസിഡന്റ് മാറി എന്ന് വിചാരിച്ച് അവർക്ക് മാറ്റം വരുന്നു. എല്ലാം മാറ്റുകയാണ്. ഇതെന്ത് ഘടന, എന്ത് സംഘടന രൂപം? ഞാൻ BJP കുറ്റം പറയാനൊന്നും ഞാൻ ആളല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും RSP ആയാലും ഏത് പാർട്ടി ആയാലും
അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് അത് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളായതുകൊണ്ടാണ്, സ്ഥാപനങ്ങളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാർട്ടികളായതുകൊണ്ടാണ് അഭിപ്രായം പറഞ്ഞത്. അല്ല നമുക്കിപ്പോൾ എന്താ ഏത് പാർട്ടി ഇഷ്ടമുള്ള, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളാരായത്? അല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് വിമർശനം വരുന്നത് എന്തുകൊണ്ടാണ്? പബ്ലിക്, പൊതു എന്ന മണ്ഡലത്തിലേക്ക് പൊളിറ്റിക്സ് വരുമ്പോഴാണ്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇന്നത്തെ നയത്തിലും രൂപത്തിലും തത്വത്തിലും പരിപാടിയിലും സ്ട്രാറ്റജികളിലും മുന്നോട്ട് പോയതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം ഞാൻ പറയട്ടെ. എത്ര തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചു? ഞാൻ ഇന്നലെയാണ് അറിയുന്നത്, പാലക്കാട് തന്നെ അവർ നേരത്തെ മത്സരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് നേരത്തെ മത്സരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ വീണ്ടും പാലക്കാട്ടുകാർക്ക് അവർ പുതുമയൊന്നും അല്ലല്ലോ. ഇപ്പം പക്ഷെ അല്ലാതെ അവർക്ക് സ്റ്റേറ്റ് ലെവൽ ഇമേജ് ഉണ്ട്. ആ ഇമേജ് അവിടെ വർക്കൗട്ട് ചെയ്യുമോ? കാത്തിരുന്ന് കാണാം നമുക്ക്. ഈ ശ്രീധരനെ നിർത്തി തോറ്റുപോയി. അങ്ങനെ വരുന്ന വ്യക്തിത്വങ്ങൾ വന്നാൽ 1000 പേര് കൂടെ വരുമെന്ന് വിചാരിക്കരുത്. ഒരു 500 പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞോ ഈ ശ്രീധരന്? ഈ വരുന്ന ആളുകളെല്ലാം വരുന്നുണ്ടല്ലോ, അവർ ഒരുപാട് പേര് വരുന്നു. അവരാരെയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയോ? നിങ്ങൾ എന്തെല്ലാം പരീക്ഷണം നടത്തി? അബ്ദുള്ള കുട്ടിയെ കൊണ്ടുവന്നു, മുസ്ലിം കമ്മ്യൂണിറ്റി കൂടെ വന്നോ? ജോർജ് കുര്യനെ കൊണ്ടുവന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കയ്യിൽ കിട്ടിയോ? അൽഫോൺസ് കണ്ണന്താനത്തിനെ കൊണ്ടുവന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കിട്ടിയോ? അനൂപ് ആൻ്റണിയെ കൊണ്ടുവന്ന് വലിയ പോസ്റ്റിലേക്ക് ഇരുത്തി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കിട്ടിയോ? ഷോൺ ജോർജിനെ കൊണ്ടുവന്ന് വലിയ പൊസിഷൻ കൊടുത്തിരിക്കുന്നു, കിട്ടിയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ? അങ്ങനെ കിട്ടൂല. ഇതിൽ വ്യക്തികളെ പ്രതിഷ്ഠിച്ചത് കൊണ്ടോ ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങോട്ട് വന്ന് അവർക്ക് വലിയ പൊസിഷൻ കൊടുത്തത് കൊണ്ടോ BDJSനെ കൊണ്ടുവന്നു എന്നിട്ട് ഈഴവരെ കിട്ടിയോ? കിട്ടൂല സാർ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അങ്ങ് പോട്ടെ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. കേരളത്തിൻ്റെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതിൽ നിങ്ങൾ ജാതിയും മതവും വർഗവും ഗോത്രവും വർഗീയതയും അമ്പലവും പള്ളിയും എല്ലാം മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് കേരളത്തിൻ്റെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, കേരളത്തിലെ ഒരു ക്രിട്ടിക്കൽ മാസിൻ്റെ വിഷയങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യും, അതിൽ നിങ്ങളുടെ നയം എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. മറ്റൊരു കാര്യത്തിലും താല്പര്യമില്ല. രണ്ടാമത്തെ വിഷയം സംഘടനാ രൂപം. ഞാൻ ഈ പറഞ്ഞ സംഘടനാ രൂപം എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതും ഒരു രാഷ്ട്രീയ കൗതുകമാണ്. മറ്റൊരു വിഷയങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല.